أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. വളരെ വേഗത്തിലാണ് നമ്മിൽ നിന്നും ഓരോ റജബും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റജബ് നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോയിട്ടില്ല. അപ്പോഴേക്കും അടുത്ത റജബിലേക്ക് നാം കടന്നിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്ന പരിശുദ്ധ റജബ് മാസത്തെ നമുക്ക് വേണ്ടതുപോലെ പരിഗണിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റജബ് മാസത്തിനോട് ചേർന്നു കിടക്കുന്ന പരിശുദ്ധ ഷഅബാൻ മാസത്തിനെ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഷഅബാൻ മാസത്തോട് ചേർന്നു കിടക്കുന്ന നമ്മുടെയെല്ലാം ഹൃദയസ്പർശിയായ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ പ്രകാശമായ പരിശുദ്ധ റമളാനിനെ സൽക്കരിക്കേണ്ടതുണ്ട്, വരവേൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നവർക്കെല്ലാം വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റജബ് മാസം, പരിശുദ്ധ ഷഅബാൻ മാസം, അതിനോട് ചേർന്ന് കിടക്കുന്ന പരിശുദ്ധ റമളാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ മാത്രമാണ് നമ്മുടെ ഖബറിലേക്കുള്ള വലിയ സഹായമായി, വലിയ നിധിയായി നമുക്ക് എക്കാലവും ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൽ നിന്നും പറയാനുദ്ദേശിക്കുന്നത്, നമ്മിൽ നിന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഹാളറായിട്ടുള്ള, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ നമുക്ക് ഉപകാരപ്രദമായ സമയങ്ങളായി മാറണം. അതിന് നാം പരിശ്രമിച്ചേ മതിയാവുകയുള്ളൂ. ആരും നമ്മളെ നിർബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലൂടെയല്ല നാം കടന്നു പോകുന്നത്. നമ്മൾ ചെയ്താൽ നമുക്കുള്ളതാണ്. നമ്മൾ ചെയ്താൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അത് നേട്ടം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ അത് നാളേക്ക് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ. അതുകൊണ്ട് പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ചുള്ള ഈ നസീഹത്തുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുകയും നിങ്ങളുടെ ഹൃദയത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സബബാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച്, അവിടുത്തെ തിരുഹളറത്തിൽ സമർപ്പിച്ചുകൊണ്ട്, അവിടുത്തെ അനുമതിയോടുകൂടിയുള്ള മജ്ലിസാകുമ്പോൾ ഈ മജ്ലിസ് കേൾക്കുന്നവർക്കും ഈ മജ്ലിസിൽ നിന്നും കിട്ടിയ ചെറിയ അറിവുകൾ അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവർക്കും മാത്രവുമല്ല, എനിക്ക് ഇതുപോലെയൊക്കെ ആവണം, എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം സദാസമയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഈ ക്ലാസ്, ഈ നസീഹത്ത് പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നാകുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യവും ഈ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഈ മജ്ലിസ് കേൾക്കുന്നവർ ഇത് പൂർണ്ണമായും കേൾക്കുകയും കേൾക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും കേട്ടുകൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വോയിസ്, ഇങ്ങനെ ഒരു നസീഹത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ചുകൊണ്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്കുണ്ട്. മാത്രവുമല്ല, ഇത് എല്ലാവരിലേക്കും ആയിരങ്ങളിലേക്കോ പതിനായിരങ്ങളിലേക്കോ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. നേരെ മറിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടി മാത്രം കേൾക്കാനുള്ള നസീഹയാണ്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കിട്ടുന്ന ഓരോ ഖൈറുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ ചുവടുവെപ്പുകളും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നൽകിയ ഒരു വരദാനം തന്നെയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട 3 മാസം. അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ, ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയ മാസമാണ്. അതിൻ്റെ ബറക്കത്താണ്, അതിൻ്റെ ദുആയാണ് പരിശുദ്ധ റജബ് 1 മുതൽ റമളാൻ 30 വരെയും നമ്മൾ ചൊല്ലാറുള്ള, ദുആ ചെയ്യാറുള്ള, ഓരോ നിസ്കാരത്തിന് ശേഷവും അല്ലാതെയുമൊക്കെ ചെയ്യാറുള്ള ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഈ പരിശുദ്ധമാക്കപ്പെട്ട 3 മാസങ്ങളും വലിയ മഹത്വമുള്ള മാസമാണ്. മറ്റുള്ള എല്ലാ മാസത്തേക്കാളും രാജകീയമായ മാസമാണ്. ഇതിനെ പകരം വെക്കാൻ മറ്റൊരു മാസവും നമുക്കില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാടും വീടും അയൽവാസികളും എല്ലാവരും ഒരേ സ്വരത്തിൽ, ഒരേ ശബ്ദത്തിൽ, ഒരേ ഈണത്തിൽ, ഒരേ രാഗത്തിൽ ചെയ്തു പോരുന്ന അമലുകളാണ്, സൽക്കർമ്മങ്ങളാണ് പരിശുദ്ധ റജബിനോട് ചേർന്നു നിൽക്കുന്ന, പരിശുദ്ധ ഷഅബാനോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ റമളാൻ മാസം. ഇത്രയും മഹത്വമുള്ള
ഏതൊരു മുസ്ലിമിനും അഭിമാനമായൊരു മറ്റൊരു മാസവും ഇബാദത്തിൻ്റെ മേഖലയിൽ എടുത്തു പറയാനില്ല. മലക്കുകൾക്ക് പ്രത്യേകം ഭൂമിയിലേക്ക് ഇറങ്ങി വരാനുള്ള ആവേശവും അനുമതിയും കിട്ടുന്ന മാസം. നമ്മുടെ ഏതു കാര്യങ്ങൾക്കും മലക്കുകളുടെ സാന്നിധ്യമാണ്, മലക്കുകളുടെ ഇടപെടലുകളാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം മഹത്വം കൂടിയ മാസത്തിൽ നമ്മൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുവാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നസീഹ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ മാറ്റമല്ല, പകുതി മാറ്റമല്ല, ചെറിയൊരംശം മാറ്റമെങ്കിലും ഉണ്ടായാൽ അത് ഒരു ഈമാനിൻ്റെ പ്രകാശം തന്നെയാണ്. എല്ലാ വർഷവും പറയാറുള്ളത് പോലെ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇത് എല്ലാ വർഷവും ബാധകം തന്നെയാണ്. അൽഹംദുലില്ലാ, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും ധാരാളം നന്മകളുമായി മുന്നോട്ട് നീങ്ങാനും ഇതിൽ ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പല റമദാനുകളും കഴിഞ്ഞു പോയപ്പോൾ അതൊക്കെ അനുഭവം തന്നെയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം എത്ര കാലം ഈ ഭൂമി ലോകത്തുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇതിനേക്കാളും അപകടകരമായ, അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഗൗരവമുള്ള ജീവിതം അത് ഖബർ ജീവിതമാണ്. ആ ഖബർ ജീവിതത്തിലേക്ക് നമ്മളുടെ ശരീരം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് നമ്മൾ തന്നെ ചെയ്തിരിക്കണം. അതിലേക്കുള്ള അവസരവും ഒരു സപ്പോർട്ടുമാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളത്. നമ്മുടെ ചുറ്റും നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കൊരു വടി മുന്നോട്ട് പോലും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളായിട്ടും നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുമ്പോൾ, കുന്നുകൂടി നിൽക്കുമ്പോൾ അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ധീരതയോടെ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സബബും ഒരു പ്രോത്സാഹനവും ഒരു പ്രചോദനവുമാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയുടെ ഒത്തൊരുമയാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടായ്മയിലൂടെ ഒരുപാട് നന്മകൾ ചെയ്യാനും പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗമാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം. പ്രത്യേകിച്ച് പരിശുദ്ധ റജബ് മാസം 1-ാം തീയതി മുതൽ, റജബ് 1 മുതൽ അഥവാ റമദാൻ 30 വരെ, റജബ് 1 മുതൽ 30 വരെയും ഷഅബാൻ 1 മുതൽ 30 വരെയും റമദാൻ 1 മുതൽ 30 വരെ, അങ്ങനെ 3 മാസം അഥവാ 90 ദിവസമാണ് നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അനുവദിച്ച സമയം, അതിന് പറ്റിയ സമയം. ഈ മാസങ്ങളിൽ എല്ലാ വർഷവും പറയുന്നത് പോലെ ഇപ്രാവശ്യവും എടുത്തു പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ 3 മാസം കൊണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നന്മകൾ, ഹദിയകൾ, അത് ഖുർആനായിട്ടും ദിക്റുകളായിട്ടും നിങ്ങൾ ചൊല്ലി ശേഖരിക്കേണ്ടതുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടതെന്നുള്ള ചെറിയ രൂപങ്ങൾ ഞാൻ വിശദീകരിക്കാം. ആ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ഒരു പ്രോത്സാഹനം എന്ന നിലക്കും നന്മയെ മുന്നേറ്റം കൊണ്ട്, നമ്മുടെ ധീരത കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ചില പ്രോത്സാഹനം എന്ന നിലക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ആവേശകരമായ രൂപത്തിൽ ദീനിൻ്റെ കാര്യമാണ്, ഖൈറിൻ്റെ കാര്യമാണ്. പിശാച് നമുക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് നാം ധീരതയോടുകൂടി, വാശിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഹിക്മത്തും കൂടിയാണ് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാശിയേറിയ രൂപത്തിൽ ധീരതയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ കാര്യത്തിൽ മാത്സര്യ ബുദ്ധി ഉണ്ടാക്കുമ്പോൾ പിശാച് നമ്മളിൽ നിന്നും കുതറിയോടുന്ന ഒരവസ്ഥയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റജബ് 1 എന്നോ നമ്മളിൽ നിന്നും കടന്നു പോയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ വൈകാതെ തന്നെ നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ഞാൻ ഈ സന്ദേശത്തിന് ശേഷം ഞാൻ അറിയിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. റജബ് 1 മുതൽ 30 വരെ ഇൻഷാ അല്ലാഹ് ഖത്മുൽ ഖുർആൻ ഓതേണ്ടതാണ്. അതെങ്ങനെയാണ് ഓതേണ്ടത്? നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഓരോ ജുസ്ഉകളും ഓതി വെക്കുക. നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ ഓതി നിങ്ങൾക്ക് ഒരു ഖത്മ് റജബ് അവസാനിക്കുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ. ഇനി അതിന് കഴിയില്ല, അതിനുള്ള സാഹചര്യമല്ലെങ്കിൽ ഷഅബാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഖത്മുൽ ഖുർആനെങ്കിലും നിങ്ങൾ തീർത്തിരിക്കണം. റമളാൻ മാസം വന്നാൽ വീണ്ടും ഒരു ഖത്മ് തീർക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ റജബ് മാസത്തിൽ ഒരു ഖത്മും ഷഅബാൻ മാസത്തിൽ ഒരു ഖത്മും റമളാൻ മാസത്തിൽ ഒരു ഖത്മും ഓതുക. ഇനി അതിന് കഴിയാത്തവരാണ് റജബിലും ഷഅബാനിലും ഒരു ഖത്മ്, റമളാനിൽ ഒരു ഖത്മ്. ഇതിനൊന്നും കഴിയാത്ത അപൂർവം ചിലരുണ്ട്. അവർക്ക് വേണ്ടി പറയുകയാണ്, റജബ് മാസം തുടങ്ങി ഷഅബാൻ കഴിഞ്ഞു, അതുപോലെ റമളാൻ അവസാനിക്കുമ്പോഴേക്കും ഒരു ഖത്മ് തീർക്കാൻ ശ്രമിക്കുക. ഒരു ഖത്മെങ്കിലും നിങ്ങൾ തീർത്തിരിക്കണം. അങ്ങനെ ഒരു ഖത്മ് ഓതാൻ കഴിയാത്തവരായി ആരും ഈ കൂട്ടത്തിലുണ്ടാവാൻ പാടില്ല. അതിനുള്ള അവസരമാണ് റജബ്, ഷഅബാൻ, റമളാൻ 3 മാസം തന്നിരിക്കുന്നത്. ഇനി ഓതാൻ കഴിയാത്തവർക്കുള്ളൊരു മറ്റൊരു പരിഹാരം കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. പരിശുദ്ധ ഖുർആൻ
ആപ്ലിക്കേഷനുണ്ട്. മൊബൈലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ ആപ്പിൽ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ശബ്ദം കേട്ടുകൊണ്ട് ഖുർആനിലെ ഓരോ ആയത്തുകളും നോക്കിക്കൊണ്ട് നിങ്ങളത് പാരായണം ചെയ്യണം. നാവ് കൊണ്ട് ചെയ്യണമെന്നില്ല, മനസ്സുകൊണ്ട് ചെയ്യുക. ഖുർആൻ ഇമാം ഓതി തരുന്നത് പോലെ കേട്ട് വിരലുകൾ ഓടിച്ചുകൊണ്ടേയിരിക്കുക. ഈ രൂപത്തിലും നിങ്ങൾക്ക് ഖുർആൻ പാരായണത്തെ പൂർത്തീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും തൗഫീഖ് നൽകട്ടെ. തീരെ ഓതാൻ അറിയാത്തവർക്കുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മയിൽ ആരും ഖുർആൻ പാരായണം ചെയ്യാത്തവരായി ഉണ്ടാവരുത്. ഒരു ഖത്മുൽ ഖുർആനെങ്കിലും നിർബന്ധമായും തീർത്തിരിക്കണം. ഇനി അടുത്തത് നമുക്ക് ഓതേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയാണ്. ഒരു ദിവസം നിങ്ങൾക്ക് എത്രയാണോ ഫാത്തിഹ ഓതാൻ കഴിയുന്നത് അത്രയും ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഫാത്തിഹ പോലെ എന്നാൽ അതിനേക്കാളും ചെറിയൊരു സൂക്തമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതും നിങ്ങൾ ധാരാളം പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തു യാസീൻ ഒരു ദിവസം ഒരെണ്ണമെങ്കിലും പാരായണം ചെയ്യുക. അതേപോലെ സൂറത്തുൽ മുൽക്ക് യാസീൻ പോലെ തന്നെ അതിനോളം വരുന്ന എന്നാൽ അത്ര വരുന്നതല്ലാത്ത സൂറത്തുൽ മുൽക്ക് ഒരു ദിവസം ഒരെണ്ണം വെച്ച് നിങ്ങൾ പാരായണം ചെയ്യുക. ഇതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുന്നത് പോലെയാണ് ദിക്റും ഇസ്തിഗ്ഫാറും. ഈ രണ്ട് കാര്യങ്ങളും എല്ലാ ദിവസവും ഈ പറയപ്പെട്ട കാര്യം നിങ്ങൾ ഖത്മുൽ ഖുർആനിൽ മാത്രം ഒതുക്കാതെ സൂറത്തു യാസീനും സൂറത്തുൽ മുൽക്കും അതുപോലെ തന്നെ ഫാത്തിഹയും ഇഖ്ലാസും ദിക്റും ഇസ്തിഗ്ഫാറുമൊക്കെ നിങ്ങൾ പാരായണം എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ 5 നേരം നമ്മൾ നിസ്കരിക്കും. ഓരോ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം നിങ്ങളൊരു 10 ഫാത്തിഹ ഓതി, അതിനുശേഷം 10 ഇഖ്ലാസ് ഓതി, ഒരു 100 ദിക്ർ ചൊല്ലി, 100 ഇസ്തിഗ്ഫാർ ചൊല്ലി. ഇതിന് വലിയ സമയമൊന്നും വേണ്ട, പല തുള്ളി പെരുവെള്ളമാണ്. 5 നേരം നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷം 10 വീതം ഫാത്തിഹ ഓതിയാൽ നമുക്ക് എത്ര ഫാത്തിഹ നമുക്ക് ലഭിക്കും? 5 നേരമാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇതുപോലെ നാം കണക്കുകൾ നോക്കുക. 100 ദിക്ർ ഒരു നേരം ചൊല്ലിയാൽ 5 നേരം നമ്മൾ ദിക്ർ ചൊല്ലിയാൽ എത്ര കിട്ടും? നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ 50 ഒരു ദിവസം 50 ആക്കാൻ പറ്റും. അതിനേക്കാളും ഉപരി 100 ഫാത്തിഹ ഒരു ദിവസം നമ്മൾ 5 നേരം ഓതി തീർത്താൽ ഓരോ സുന്നത്ത് നിസ്കാരത്തിന് ശേഷവും എന്ന് പറഞ്ഞാൽ ളുഹാ നിസ്കാരം, അവ്വാബീൻ നിസ്കാരം, വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്നവർക്കും ഈ പറയുന്ന ഔറാദുകളെല്ലാം ഉപയോഗപ്പെടുത്താം. ഈ രൂപത്തിൽ ഒരു ദിവസം പോലും വിടാതെ നിങ്ങൾ ഖുർആൻ പാരായണങ്ങൾ ഈ 7 കാര്യങ്ങൾ ഖത്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, ദിക്ർ, ഇസ്തിഗ്ഫാർ ഈ 7 കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ആത്മാവിനും കൂടിയുള്ളതാണ്. നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മൾ മരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഈ നിമിഷവും നമ്മൾ മരണത്തെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന് ഉറങ്ങിയാൽ എഴുന്നേൽക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഖബറിലേക്കുള്ള ഒരു ഒരുക്കം തന്നെയാണ്. നമ്മുടെ നാവ് കൊണ്ട് ആർക്കു വേണ്ടി എന്ത് നന്മ ചെയ്താലും അസ്സലാമു അലൈക്കും നാം ആർക്കോ വേണ്ടി പറയുമ്പോൾ അള്ളാഹു നമുക്കതിനുള്ള പ്രതിഫലം നൽകുന്നു. ആരുടെയെങ്കിലും പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിയാൽ അതിൻ്റെയും പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുന്നു. നമ്മൾ ഈ ഓതുന്ന കാര്യങ്ങളൊക്കെ നെയ്യത്തുണ്ട്. ആ നെയ്യത്ത് വെച്ച് നമ്മൾ ഓതിയാലും നാളെ നമ്മൾ മരിച്ച ഖബറിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലമൊക്കെ അള്ളാഹു നമ്മുടെ ഖബറിലേക്ക് തരും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ അത് മനോഹരമായ രൂപത്തിലാണ് നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ റജബ് 1 മുതൽ റമദാൻ 30 വരെ നമ്മൾ ഓതുമ്പോൾ എത്ര ഹദിയകളാണ് നമുക്ക് സ്വരൂപിക്കാൻ കഴിയുന്നത്. കൂട്ടത്തിൽ ഞാൻ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം ഓതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ 5 നേരവും നിങ്ങൾ ഫാത്തിഹ ഓതിയാൽ ഒരു ദിവസം നിങ്ങൾ എത്ര ഫാത്തിഹയാകും? നിങ്ങൾക്ക് എത്ര യാസീൻ ഓതാൻ പറ്റും? എത്ര ഇഖ്ലാസ്, എത്ര ദിക്ർ, ഇസ്തിഗ്ഫാർ ഓതാൻ പറ്റും? ആ കണക്കുകൾ റമദാൻ 30 ആകുമ്പോഴേക്കും അഥവാ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര ഫാത്തിഹ ഓതാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയൊരു വിചിന്തനം നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിനിടയിൽ ഓതാൻ പറ്റാത്ത ദിവസത്തെ മാനേജ് ചെയ്തുകൊണ്ടായിരിക്കണം അതിൻ്റെ മുന്നോടിയായിട്ടും ഓതാൻ പറ്റുന്ന സമയം വരുമ്പോഴും നിങ്ങൾ ഈ ദിക്റുകളും ഔറാദുകളും മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്ത് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാൻ അവസാനത്തോടുകൂടി അഥവാ നാളെയാണ് പെരുന്നാൾ, ഇന്നത്തോടുകൂടി റമദാൻ അവസാനിച്ചു എന്ന് കണ്ടാൽ നിങ്ങൾ ഇശാ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ വുളു എടുത്തുകൊണ്ട് നിങ്ങൾ ചൊല്ലിയ
എല്ലാ ഹദിയകളും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരത്തിന് ശേഷം സുന്നത്തായ നിസ്കാരങ്ങളെല്ലാം നിർവഹിച്ച് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓതിയത് ഹദിയ ചെയ്യണം. പക്ഷേ ഔദ്യോഗികമായ ഹദിയ പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വെച്ച് പ്രഗൽഭരായ അഹ്ലു ബൈത്ത് തന്നെ ഹദിയ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഹദിയ ചെയ്യണം. ഹദിയ ചെയ്യുന്നതോടൊപ്പം ഞാനിതിങ്ങനെ ഈ മഹത്തായ കൂട്ടായ്മയിലൂടെ ഞാൻ മുത്തുനബി തങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്ന നിയ്യത്തും കൂടെ വേണം. നിങ്ങൾ ഈ ഓതിയതെല്ലാം നിങ്ങൾ ഒരു ഖത്തുമായിരിക്കും, ചിലപ്പോൾ 3 ഖത്തുമായിരിക്കും, ചിലർ 5 ഖത്തുമായിരിക്കാം, ചിലർ 10,000 ഫാത്തിഹ ഉണ്ടാകും, 10,000 ഇഖ്ലാസ് ഉണ്ടാവും, ആയിരക്കണക്കിന് യാസീനും മുൽക്കും ദിക്റും ഇഖ്ലാസും ഒക്കെ ഉണ്ടാകും. എത്രയാണോ ആ കൃത്യമായ കണക്ക് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടായിരിക്കണം അത് മുത്തുനബി തങ്ങൾക്ക് സമർപ്പിക്കേണ്ടത്. മുത്തുനബി തങ്ങൾക്ക് സമർപ്പിക്കേണ്ട രൂപം എങ്ങനെയാണ്? യാ റസൂലല്ലാഹ്, അവിടുത്തെ തിരുഹദറത്തിലേക്ക് ഈ പാപിയായ ഈ സാധുവായ ഞാൻ ഈ കൂട്ടായ്മയിലൂടെ അൽഹംദുലില്ലാ റജബിലും ഷഅബാനിലും റമളാനിലും ഓതിയ എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഹദിയാണ് ഞാൻ സമർപ്പിക്കാൻ പോകുന്നത് യാ റസൂലല്ലാഹ്. മുത്തുനബി തങ്ങൾക്കറിയാം നമ്മൾ എന്തിനാണ് ഓതുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മുത്തുനബി തങ്ങൾക്കറിയാം. എന്നാലും ഉമ്മത്തിങ്ങളാകുന്ന നമ്മളിൽ നിന്നും ആഗ്രഹങ്ങൾ കേൾക്കാൻ കൊതിച്ചിട്ട് മുത്തുനബി തങ്ങൾ സന്തോഷത്തോടെ ചോദിക്കും, സന്തോഷത്തോടെ അത് സ്വീകരിക്കും. നമ്മൾ ഓതി വെക്കുന്ന ഹദിയകളെല്ലാം മുത്തുനബി തങ്ങളുടെ ആദരവായ തിരുകരങ്ങളിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നൽകുമ്പോൾ ഇത് ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന സന്തോഷത്തോടുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് മറുപടി പറയാം. എന്താണ് മറുപടി? യാ റസൂലല്ലാഹ്, ഇതെല്ലാം അവിടത്തേക്ക് ഞങ്ങൾ സമർപ്പിച്ചു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ ഖബൂലിയത്ത് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ആർക്കെല്ലാം വീതിക്കണമെന്ന് സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? നമ്മൾ റമളാനിൻ്റെ അവസാനത്തിൽ നമ്മൾ ദുആരക്കാണ്, ഹദിയ ചെയ്യാണ്. യാ റസൂലല്ലാഹ്, ഞങ്ങളോതിയ ഖത്മുൽ ഖുർആൻ, ഞങ്ങളോതിയ ഫാത്തിഹ, ഞങ്ങളോതിയ ഇത്ര ഇഖ്ലാസ്, ഇത്ര യാസീൻ, ഇത്ര മുൽക്ക്, ഇത്ര ദിക്ർ, ഇത്ര ഇസ്തിഗ്ഫാർ, ഓരോ കണക്കുകളും വ്യക്തമായി പറഞ്ഞിട്ട് ഇത്രയും ഹദിയകൾ ഞാൻ ഹബീബായ മുത്തുനബി തങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിനുശേഷമോ അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാകുന്ന അസ്വാജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു യാ റസൂലല്ലാഹ്. വീണ്ടും സന്തോഷത്തോടെ മുത്തുനബി തങ്ങൾ ചോദിക്കുന്നതായിരിക്കും, എന്താണ് ഇനി ഞാൻ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? അവിടുത്തെ അമ്പിയാക്കൾക്കും അവിടുത്തെ നബിമാരിലേക്കും അവിടുത്തെ നബിമാരിലേക്കും അവിടുത്തെ അമ്പിയാക്കളിലേക്കും അവിടുത്തെ അഹ്ലുകാരിലേക്കുമാണ് ഞങ്ങളുടെ ഈ ഹദിയ ഉള്ളത്. വീണ്ടും സന്തോഷത്തോടു കൂടി മുത്തുനബി തങ്ങളിൽ നിന്നുമുള്ള ചോദ്യം നമ്മൾ പറയുകയാണ്. വീണ്ടും ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി അവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബക്കൾക്കാണ് നബിയെ. അത് കഴിഞ്ഞിട്ടോ അവിടുത്തെ ഇമാമിയങ്ങൾക്ക് അവിടുത്തെ ഔലിയാക്കന്മാർക്ക്, അങ്ങനെ ലോകത്തുള്ള എല്ലാവർക്കും ഇത് എത്തിച്ചേരുകയാണ്. ആ കൂട്ടത്തിൽ പറയണം, യാ റസൂലല്ലാഹ്, എൻ്റെ കുടുംബത്തിൽ നിന്നും ഇന്ന ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടാകാം, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടാകാം, ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടാകാം, ഭാര്യ മരണപ്പെട്ടിട്ടുണ്ടാകാം, മക്കൾ മരണപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങൾ ആർക്കൊക്കെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെയും പേരങ്ങെടുത്ത് പറഞ്ഞുകൊണ്ട് യാ റസൂലല്ലാഹ്, അവരുടെയും ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷമെത്തിക്കണേ യാ ഹബീബല്ലാഹ്. പിന്നെ നമ്മൾ പറയണം, ഈ മഹത്തായ കൂട്ടായ്മയിലുള്ള മെമ്പർമാരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിലും വല്യുമ്മമാരുടെ പേരിലും വല്യുപ്പമാരുടെ പേരിലും, പ്രത്യേകിച്ച് ഇനി മരണപ്പെട്ടു പോകാനിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഈ ഹദിയ ചെയ്ത നമ്മക്കും കൂടി അത് പെടുകയാണ്. നമ്മുടെയും ഖബറിലേക്ക് അത് വരികയാണ്. അത് മുത്തുനബി തങ്ങൾ ഷറഫാക്കപ്പെട്ട കരങ്ങളാൽ നമ്മുടെ ഖബറിലേക്ക് എത്തിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമുള്ള ഖബറായി തീർന്നാൽ അതിനോളം മനോഹരമായി, അതിനോളം മഹത്തരമായി വേറെന്താണ്? പിന്നെ മലക്കുകൾക്കെല്ലാം നമ്മളോട് സ്നേഹമാണ്. മുത്തുനബി തങ്ങൾ വന്ന ഖബറാണെന്ന പരിഗണനയാണ്. പിന്നെന്ത് ചോദ്യമാണ്? മുത്തുനബി തങ്ങൾ വന്നാൽ നമുക്ക് അഭിമാനമാണ്, ഐഡൻറ്റിറ്റിയാണ്, നമുക്ക് ബാഡ്ജാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ നമ്മുടെ ഖബറിലേക്ക് ഹദിയയുമായി വരുമ്പോൾ നമ്മുടെ ഖബർ അങ്ങ് വിശാലമാവുകയാണ്, സ്വർഗമാവുകയാണ്. അപ്പോൾ ഇനി മരിക്കാനിരിക്കുന്നവരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ജമാഅത്തായി ഒരു കുടുംബമായി സ്വലാത്ത് ചൊല്ലുന്നു. ഓരോ ദിവസവും സ്വലാത്ത് ചൊല്ലി ഓരോ മാസവും മഹത്തായ കൂട്ടായ്മയിലേക്ക് തരുന്നവരാണ്. അഹ്ലുബൈത്തുണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സാധാരണക്കാർക്കും അഹ്ലുബൈത്തിനുമായി വ്യത്യസ്തമായ കൂട്ടായ്മയാണ് ഇതിലുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അങ്ങോട്ടും ഇങ്ങോട്ടും മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ സഹായങ്ങൾ
നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഖുർആൻ ഓതി സമർപ്പിക്കുമ്പോൾ ഇതെല്ലാം വലിയ നേട്ടമാണ്, ഇതെല്ലാം വലിയ പ്രതിഫലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധുക്കളാണ്. നമുക്കൊരിക്കലും അഹങ്കരിക്കാൻ വകുപ്പില്ല, നമുക്കൊരിക്കലും ധിക്കരിക്കാൻ വകുപ്പില്ല. നമ്മൾ പാവങ്ങളാണ്, സാധുക്കളാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ നമ്മുടെ ഖബറിലേക്ക് ഒഴുകി വന്നാൽ അതുതന്നെയാണ് നമുക്ക് വലിയ നേട്ടമുള്ളത്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ അറിയാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചു പോയതും പറഞ്ഞു പോയതും ഗീബത്തും നമീമത്തും ഫസാദും, അല്ലാഹുവേ, ഇതുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം ശൂന്യമാകുമ്പോൾ, ഖബറിൽ ചെല്ലുമ്പോൾ ഒരു നന്മ പോലുമില്ല കയ്യിൽ, എല്ലാം ശൂന്യമായിരിക്കുകയാണ്. ഖബറിലേക്ക് കൊണ്ടെത്തിക്കുമ്പോഴേക്കും നമ്മൾ ചെയ്ത നന്മകളെല്ലാം നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവർക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഈ രൂപത്തിലാണ്. ഏത് രൂപം? നമ്മൾ മരിച്ചു ഖബറിൽ കിടക്കുമ്പോൾ ഇന്നുവരെയും കാണാത്ത, ഇന്നുവരെയും കേൾക്കാത്ത, ഇന്നുവരെയും നമ്മളെക്കുറിച്ച് അറിയാത്തവരുടെ ദിക്റുകളാണ്, ഖുർആനുകളാണ്. അത് റബ്ബേ, ഈ കൂട്ടായ്മയിൽ കൂടിയതിലൂടെ ഞാൻ ഈ കൂട്ടായ്മയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച്, കൂട്ടായ്മയെക്കുറിച്ച് നിരുത്സാഹപ്പെടുത്താതെ, കൂട്ടായ്മയെ കുറ്റപ്പെടുത്താതെ, കൂട്ടായ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരെ ബഹുമാനിച്ച്, കൂട്ടായ്മയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന നന്മകളാണ് നമ്മുടെയൊക്കെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മൾ ന്യൂനതയുള്ളവരാണ്, നമുക്കൊരുപാട് കുറവുകളുണ്ട്. നമ്മൾ ഒരാളെയും അളക്കാൻ പോവേണ്ടതില്ല, ആരെയും വിലയിരുത്താൻ പോവേണ്ടതില്ല. നമുക്ക് ഹൈറാണെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ അതിലേക്ക് അടുക്കുക, ഹൈറല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും അതിൽ നിന്നും വിട്ടു നിൽക്കുക. നല്ല മനസ്സോടുകൂടി, നല്ല ഉദ്ദേശത്തോടുകൂടി, നല്ല നെയ്യത്തോടുകൂടി നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ നസീഹത്ത് കേട്ടാൽ പോലും 10% വരുന്ന ആളുകൾ മാത്രം ഇത് ഒരു കേട്ടുകൊണ്ടത് കൽബിലേക്ക് ഇറക്കുക. ചിലരത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റൊരു ചെവി കൂടി കളയും. അല്ലാഹുവേ, ഞങ്ങൾ അത്തരക്കാരിൽ പെടുത്തല്ലേ അല്ലാ. റജബ് മാസത്തിൻ്റെയും ഷഅബാൻ മാസത്തിൻ്റെയും റമളാൻ മാസത്തിൻ്റെയും മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഈ കൂട്ടായ്മയുടെ അഡ്മിന്മാരെന്തെങ്കിലും നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശങ്ങൾ പാലിച്ച്, അവരെ ബുദ്ധിമുട്ടിക്കാതെ, അവർ പറയുന്നത് പോലെ അനുസരിച്ച് നിങ്ങൾ എന്താണോ പറയുന്നത് കൃത്യമായി നൽകിയാൽ അതുകൊണ്ട് അവർക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് ദിക്റ് ചൊല്ലാൻ, ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ, പരിശുദ്ധ മദീനയിൽ ഖുർആൻ വഖഫ് ചെയ്യാൻ, പരിശുദ്ധ മദീനയിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഓരോ മാസവും ചെയ്തുകൊണ്ടിരിക്കാനുള്ള അവസരമാണ് ഈ കൂട്ടായ്മ നൽകിയതെങ്കിൽ, ഈ കൂട്ടായ്മയിൽ ചേരാൻ നിങ്ങൾക്ക് അവസരമൊരുക്കി തന്നതാരാണ്? അവരാണ് നിങ്ങളെ അഡ്മിൻ. അവരെന്താണോ നിർദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചോ, അതുപോലെ നിങ്ങൾ കേട്ടുകൊള്ളുക. അല്ലാഹുവേ, എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പരിശുദ്ധമാക്കപ്പെട്ട 3 മാസം ഇനി ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഷഅബാനിലേക്ക് അടുക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി ഫാത്തിഹ അധികരിപ്പിക്കുക, കഴിവിൻ്റെ പരമാവധി ഇഖ്ലാസ് അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക, ദിക്റിനെ അധികരിപ്പിക്കുക. ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടി ചെയ്യുക, നല്ല നിയ്യത്തോടുകൂടി ചെയ്യുക. നമ്മൾ കുടുംബങ്ങളാണ്, ഒരിക്കലും അന്യരല്ല. സ്വലാത്തിൻ്റെ അഹ്ലുകാരാണ്. ഓരോരുത്തരും ഇന്നുവരെ കണ്ടിട്ടില്ല, ഒരു പക്ഷേ കാണാൻ സാധ്യതയുമില്ല. അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ കുടുംബത്തിലുള്ള ഒരു ചങ്ങല, ഈ ചങ്ങലയിൽ 500 പേരുണ്ടാവാം, 1000 പേരുണ്ടാവാം, നമ്മൾ മാത്രമാണ്. ഒരിക്കലും പുറത്തുള്ളവരാരും ഇതിലില്ല. ഇത് പൊതുവായൊരു പ്ലാറ്റ്ഫോമല്ല. ഈ കൂട്ടായ്മയെ മനസ്സിലാക്കി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവർ മാത്രമാണ് ഈ കൂട്ടായ്മയിൽ ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുന്നു, എല്ലാ മാസവും നിങ്ങളുടെ അഹ്ലുകാർക്ക് അഥവാ അഡ്മിന് നിങ്ങൾ സ്വലാത്ത് കൈമാറുന്നു. ഈ സംവിധാനത്തിലൂടെയാണ്. അങ്ങനെ ഈ സ്വലാത്ത് തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ, നിങ്ങളുടെ മാതാവോ പിതാവോ മരണപ്പെട്ടു പോയാൽ, ഈ കുടുംബത്തിലുള്ള എല്ലാവരും ആ മരണപ്പെട്ടു പോയവർക്ക് ഖുർആൻ ഓതുന്ന സംവിധാനമാണ്. ഇതിൽ പലരും കൂട്ടായ്മയെ മനസ്സിലാക്കാതെ എന്തിനാണ് കണക്ക് പിടിക്കുന്നത്, എന്തിനാണ് സ്വലാത്ത് പ്രഖ്യാപിക്കുന്നത്, പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നവർ ഈ കൂട്ടായ്മയിൽ നിന്നും വിട്ടുപോകണമെന്നാണ് സ്നേഹത്തോടുകൂടി പറയാനുള്ളത്. എന്തുകൊണ്ടാണ് അവർ ഈ കൂട്ടായ്മയെക്കുറിച്ച് പഠിക്കാതെ ഇങ്ങനെ പറയുന്നത്? ഇപ്പോഴും പല അഡ്മിന്മാർ പരാതി പറയാറുണ്ട്, വിഷമം പറയാറുണ്ട്. എന്താണ് പറയുന്നത്? പല മെമ്പർമാരും പറയുന്നു, സ്വലാത്തിനെന്തിനാണ് കണക്ക് പിടിക്കുന്നത്, പിന്നെന്തിനാണ് ഈ കൂട്ടായ്മയിൽ ചേർന്നത്? അങ്ങനെയുള്ളവരോട് സ്നേഹപൂർവ്വം പറയുകയാണ്, നിങ്ങൾ ഇതിൽ നിന്നങ്ങ് മാറിക്കൊള്ളുക.
നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ നിന്നും എന്തെങ്കിലും ഉഖ്റവിയായ നേട്ടമുണ്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നോ? ഈ കൂട്ടായ്മയിൽ നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ലെങ്കിൽ നമ്മൾ അറിവില്ലാത്തവരെ പോലെ നിന്നുകൊണ്ട് ഉള്ള അറിവിൽ നമ്മൾ തൃപ്തി നേടണം. എന്നാൽ വലിയ വിജയമുണ്ട്. ഇതൊരു കുടുംബമാണ്, ഇതൊരു കുടുംബ കൂട്ടായ്മയാണ്. അല്ലാതെ ഈ കൂട്ടായ്മയിൽ ആരൊക്കെയോ ഇങ്ങനെ കയറി വരുന്നു പോകുന്നു എന്നല്ല. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മളെ കുടുംബങ്ങളല്ലാതെ നാട്ടുകാർ എല്ലാവരും 40 പേരെയും നമ്മളെ വീട്ടിലിങ്ങനെ കൂടുമോ? എന്ത് കാര്യങ്ങൾ ചെയ്താലും കുടുംബങ്ങളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രയും അധികം ഖത്മുൽ ഖുർആനും കോടിക്കണക്കിന് ദിക്റും യാസീനും ഫാത്തിഹയും 10 പൈസ ചെലവില്ലാതെ കിട്ടുന്ന കൂട്ടായ്മയാണ്. ഈ മഹത്തായ കൂട്ടായ്മയിൽ നിങ്ങൾ അംഗമായതുകൊണ്ടാണ്. ഈ കൂട്ടായ്മയിൽ അംഗമാകണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് പണമടയ്ക്കേണ്ട കൂട്ടായ്മയല്ല. അങ്ങനെ ഒരു സംവിധാനമാണെങ്കിൽ ഓക്കെ. എന്നാൽ അങ്ങനെയൊന്നും സംവിധാനങ്ങളില്ല. നമ്മൾ ഈ കൂട്ടായ്മയിൽ കൂടണമെങ്കിൽ എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലണം. എത്രയോ ആളുകളാണ് 100 സ്വലാത്ത് പതിവാക്കാത്തവർ. അപ്പോൾ ഈ കൂട്ടായ്മയിൽ കൂടണമെങ്കിൽ 100 സ്വലാത്ത് ചൊല്ലണം. പ്രതിമാസം 3000 സ്വലാത്ത് ചൊല്ലണം. എന്നാൽ മാത്രമേ ഈ കൂട്ടായ്മയിൽ കൂടാൻ പറ്റുകയുള്ളൂ. എന്നിട്ടോ ഈ കൂട്ടായ്മയിൽ നിന്നും ആരെങ്കിലും മരിച്ചാൽ എല്ലാ വർഷവും അവരുടെ ഖബറിലേക്ക് ഖത്മുൽ ഖുർആനും യാസീനും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇങ്ങനെ ഹദിയ ചെയ്തുകൊണ്ടേയിരിക്കും ആണ്ടുകളിൽ. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ചേർന്നവർക്കാണ് ഇങ്ങനെയുള്ള തൗഫീഖ് ലഭിക്കുക. ഇത്രയും വലിയ തൗഫീഖ് ലഭിക്കുന്ന ഈ കൂട്ടായ്മയിൽ ചേരണമെങ്കിൽ ആകെയുള്ള ഒരു നിബന്ധന എന്താണ്? നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാകണം. വെറുതെ അങ്ങ് നമുക്ക് ഹദിയ തരാൻ പറ്റുമോ? ഈ പരിശുദ്ധ റജബിലും ഷഅബാനിലും റമദാനിലും ഓതുന്ന ഹദിയകൾ മാത്രമാണ് നമുക്ക് ഭാവിയിൽ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത്. എപ്പോഴും ഇങ്ങനെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഇങ്ങനെ ഖത്മുൽ ഖുർആനും യാസീനും മുൽക്കും ദിക്റും ഇങ്ങനെ ഓദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശൈലിയല്ല ഈ കൂട്ടായ്മയുടേത്. ഓൾറെഡി റജബിലും ഷഅബാനിലും റമദാനിലും ഓതി വെക്കുന്ന സ്റ്റോക്കാണ് നമ്മൾ ഓരോ ആണ്ടിലും കൊടുക്കുന്നത്. അതിനൊക്കെ പ്രത്യേകമായ റൂൾസുകളുണ്ട്, ഷെഡ്യൂളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. മറ്റൊരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഈ പരിശുദ്ധ റജബ് മുതൽ റമദാൻ 30 വരെ ഓതുന്ന ഹദിയകൾ ഫാത്തിഹയായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഫാത്തിഹ ഓതുന്ന ആളെ തിരഞ്ഞെടുക്കും. ഏറ്റവും കൂടുതൽ ഇഖ്ലാസ് ഓതിയവരെ തിരഞ്ഞെടുക്കും. ഏറ്റവും കൂടുതൽ യാസീൻ ഓതിയവരെയും മുൽക്ക് ഓതിയവരെയും ഇസ്തിഗ്ഫാർ ചൊല്ലിയവരെയും ദിക്ർ ചൊല്ലിയവരെയും ഖത്ം ഓതിയവരെയും തിരഞ്ഞെടുക്കും. അപ്പോൾ തിരഞ്ഞെടുക്കുക മാത്രമല്ല, അവർക്ക് പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നുള്ള ആദരവും പ്രത്യേകമായ ദുആയും അവർക്കുണ്ടാകും. അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി എനിക്ക് മദീന നിവാസിയാകണം, എനിക്ക് മദീനയിൽ നിന്നുള്ള പരിഗണന ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഓതണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് വിശ്രമിക്കേണ്ടതില്ല. പറ്റുന്നിടത്തോളം നിങ്ങൾ ഫാത്തിഹ ഓതണം, യാസീൻ ഓതണം, മുൽക്കും ദിക്റും ഇഖ്ലാസും ഓതണം. ഇത് റബ്ബുമായിട്ടുള്ള കരാറായതുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി ഒരു ഏറ്റക്കുറച്ചിലും വരാതെ കൃത്യമായി ഓതിയ കണക്ക് തന്നെ സമർപ്പിക്കണം. അത് എപ്പോഴാണ് സമർപ്പിക്കേണ്ടത്? പരിശുദ്ധമാക്കപ്പെട്ട റജബ് 1 മുതൽ മുമ്പേ നിർദ്ദേശം തന്നതാണ്. എല്ലാ വർഷവും ഓതാറുള്ളത് പോലെ തന്നെയാണ്. റജബ് 1 മുതൽ റമദാൻ 30 വരെയാണ് അതിൻ്റെ സമയം. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 30 വരെയാണ് സമയം റമദാൻ 30-ന് മഗ്രിബോടുകൂടി അവസാനിക്കും. ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇപ്പോൾ വേറെ ഏതെങ്കിലും ശ്രദ്ധയിലായിരിക്കാം, ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കൂ. പരിശുദ്ധ റമദാൻ 30-ന് മഗ്രിബ് നിസ്കാരത്തോടുകൂടി ഈ ഹദിയകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ആരും ഓതി തരേണ്ടതില്ല. അതുകൊണ്ട് കൃത്യമായിരിക്കണം. മഗ്രിബിന് മുമ്പ് വരെ നിങ്ങൾ ഓതുന്ന ഖത്മുൽ ഖുർആനും യാസീനും ഫാത്തിഹയും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറുമായിരിക്കണം. നിങ്ങൾ അഡ്മിന്മാരെ ഏൽപ്പിക്കേണ്ടത് കൃത്യമായി എഴുതി തന്നെ അവർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മെസ്സേജിൽ അയക്കാൻ പറ്റുമെങ്കിൽ മെസ്സേജ് ചെയ്തു തന്നെ അയക്കണം. ഇനി അത് കഴിയില്ലെങ്കിൽ ഒരു പേപ്പറിൽ കൃത്യമായി എഴുതണം. എഴുതിയതിന് ശേഷം കൃത്യമായ രൂപത്തിൽ കണക്കുകൾ പൂർത്തീകരിച്ച് അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഖത്മുൽ ഖുർആൻ എന്നെഴുതുക? നിങ്ങൾ 3 ഖത്മാണോ 4 ഖത്മാണോ 5 ഖത്മാണോ അല്ലെങ്കിൽ 1 ഖത്മാണോ തീർത്തത്? അത് കണക്ക് കൃത്യമായി 01 എന്നെഴുതുക. രണ്ടാമത്തത് സൂറത്തുൽ ഫാത്തിഹ, നിങ്ങൾ ഓതിയ ഫാത്തിഹയുടെ കണക്കെഴുതുക. നിങ്ങൾ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ്.
നിങ്ങൾ ഓതിയ ഇഖ്ലാസ് സൂറത്തിൻ്റെ കണക്കെഴുതുക. അതിനുശേഷം സൂറത്തു യാസീൻ, എത്ര യാസീൻ ഓതിയോ അതെഴുതുക. അത് കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് എത്ര തവണ ഓതിയോ ആ കണക്കെഴുതുക. പിന്നെ നിങ്ങൾ ദിക്ർ ചൊല്ലിയതിൻ്റെ കണക്കെഴുതുക. പിന്നെ ഇസ്തിഗ്ഫാറിൻ്റെ കണക്കെഴുതുക. ഈ ക്രമത്തിലായിരിക്കണം എഴുതേണ്ടത്. ഖത്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, ഇസ്തിഗ്ഫാർ, ദിക്ർ, ഇസ്തിഗ്ഫാർ. ലാസ്റ്റ് ഇസ്തിഗ്ഫാറാണ്. ഈ രൂപത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട രൂപം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ഇസ്തിഗ്ഫാറാണ്. പലരും പല രൂപത്തിലുമുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചുരുങ്ങിയ രൂപമല്ല, അതിൻ്റെ പരിപൂർണമായ രൂപം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഈ രൂപത്തിലുള്ള ഇസ്തിഗ്ഫാറാണ് നമ്മുടെ പാപം പൊറുക്കാനും മേൽപ്പറയപ്പെട്ടവർക്കും പാപമോചനത്തിനു വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ. ഈ ഇസ്തിഗ്ഫാർ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം. അപ്പോൾ കണക്കുകൾ ഈ രൂപത്തിൽ എഴുതിയിട്ടയക്കുക. അതുപോലെ ദിക്റിൻ്റെ കാര്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒന്നാണ് നമ്മൾ ചേർത്തി ചൊല്ലാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ചേർത്തിയോ ചൊല്ലുന്ന ദിക്ർ അത് രണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അതൊന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് നമ്മുടെ സൗകര്യത്തിനുള്ള ശൈലിയാണ്. ഒറ്റ ചൊല്ലലിൽ രണ്ട് ദിക്ർ കിട്ടും. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ഓരോന്നായിട്ടാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് രണ്ട് ദിക്റാണ്. ഒരിക്കലും നിങ്ങൾ ഒന്നായി കണക്കാക്കരുത്. കാരണം ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലിയവരെ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് കുറഞ്ഞു പോകാൻ പാടില്ല. മറ്റൊരു കാര്യം, ആരും ആവേശത്തോടുകൂടി റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, അഥവാ ഇന്ന് റമദാൻ 30 എല്ലാം ചൊല്ലി കണക്കുകളെല്ലാം പെട്ടെന്ന് അഡ്മിൻ എറിഞ്ഞു കൊടുക്കേണ്ടതില്ല. ഷവ്വാൽ 1 നിങ്ങൾ 1 മുതൽ 2 ദിവസമാണ് സമയം തരുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ കണക്കുകളെല്ലാം അഡ്മിന്മാർക്ക് കൊടുക്കണം. കാരണം അവർക്കൊരുപാട് ഡ്യൂട്ടികളുണ്ട്. അത് കൃത്യമായി നിങ്ങൾ നിർവഹിക്കണം. ഇത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഖൈറുകൾ പരിശുദ്ധ റമദാനിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് മറ്റൊരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. കഴിഞ്ഞ റമദാൻ മാസത്തിൽ പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ റൗള ഷരീഫിൽ ഓരോരുത്തരും പലരും ഖുർആൻ സ്ഥാപിച്ചിരുന്നു. ഇത്തവണയും അതുപോലെ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു അവസരം കൂടിയാണ്. ഇത് നമ്മുടെ നെഫ്സിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇത് മറ്റൊരാവശ്യത്തിനോ മറ്റൊരു നിയ്യത്തിനോ വേണ്ടിയല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് നിങ്ങൾ മനസ്സിൽ കരുതണം. എന്തുദ്ദേശമാണ്? അതാണ് പ്രധാനപ്പെട്ട നിയ്യത്ത്. ആ ഉദ്ദേശം, അല്ലാഹുവേ എനിക്ക് മദീനയിൽ മരിക്കണം, എനിക്ക് ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളണം, എനിക്ക് മദീനാ നിവാസിയാകണം, ഹുസ്നുൽ ഖാത്തിമ വേണം, നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ലവരോടൊപ്പം മരിക്കാൻ അവസരം വേണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം ഖുർആൻ വഖഫ് ചെയ്യേണ്ടത്. ഇത് വേറൊരു ഉദ്ദേശവും കടം വീടാനോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്ദേശങ്ങൾ വെച്ചോ ഒന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ ആഖിറം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തോ. അല്ലാഹ് വലിയവനാണ്. നമ്മൾ ആഖിറം മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്താൽ അള്ളാഹു നമുക്ക് ദുന്യവിയായ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം നൽകും. ഞാനിത് പറയാൻ കാരണം പരിശുദ്ധ റമദാൻ മാസം ഒരു നന്മ ചെയ്താൽ അതിന് 10,000 ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന നാടാണ് പരിശുദ്ധ മദീന മുനവ്വറ. അപ്പോൾ പരിശുദ്ധ റമദാൻ മാസത്തിൽ നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് ഈ മഹത്തായ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ഇനി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഖുർആൻ വെക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ കാരണം
ഒരാളെ കൊണ്ടെങ്കിലും ഈ ഒരു അവസരം ചെയ്യിപ്പിക്കാനുള്ള അവസരം കൂടിയുണ്ട്. 1 അല്ല 5 അല്ല 10 അല്ല, എത്ര പേരെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യിക്കാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തണമെന്നില്ല. നിങ്ങൾ പറയുമ്പോൾ മാഷാ അല്ലാഹ് ഇങ്ങനെ ഒരു അവസരമുണ്ടെങ്കിൽ ഞങ്ങളും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവരാണ് കൂടുതൽ പേരും. നമ്മുടെ കാരണങ്ങൾ കൊണ്ട് ആരെങ്കിലും ഒരു ഖുർആൻ മസ്ജിദുൻ നബവിയിൽ വെക്കുകയാണെങ്കിൽ ആ ഖുർആൻ നമ്മൾ വെച്ചതിൻ്റെ പ്രതിഫലവും നമ്മുടെ ഖബറിലേക്കും നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിലേക്കും ലഭിക്കുന്നതാണ്. ഞാൻ ഈ പറയുമ്പോൾ റമദാൻ മാസം മരണപ്പെട്ടവരുടെ ആണ്ടുണ്ടെങ്കിൽ അത് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ചെയ്യാവുന്നതാണ്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയും ചെയ്യാമെന്നുള്ള ഒരു അവസരം കൂടി ഞാൻ പറയുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി, ഉഖ്റവിയായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുക. അല്ലാത്ത സമയങ്ങളിലും മറ്റുള്ള മാസങ്ങളിൽ നമുക്ക് ഏത് ഉദ്ദേശം വെച്ചും ചെയ്യാം. ഇനി ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ, റജബ് ഷഅബാൻ മാസത്തിലൊക്കെ എന്തുദ്ദേശം വെച്ചും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ആണ്ട് വരുമ്പോൾ, അതുപോലെ മക്കളുടെ ജന്മദിനം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മുറാദ് ഹാസിലാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ എങ്ങനെയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിസ്സാരമായ കാര്യമല്ല. നമ്മൾ മരിച്ച ഖബറിൽ ചെല്ലുമ്പോഴാണ് ഈ ചെയ്ത നന്മയുടെ പ്രതിഫലം നമ്മൾ അറിയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇരുളാർന്ന ഖബറിടം പ്രകാശമാകാനും ഖബർ വിശാലമാകാനും കണ്ണെത്താ ദൂരത്ത് കാണാനുമൊക്കെ അവസരം ലഭിക്കണമെങ്കിൽ ആഫിയത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും ഇരിക്കുമ്പോൾ ഖബറാളികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് നന്മ ചെയ്യണം. നമ്മുടെ ഖബറിലേക്കുള്ളത് മുൻകൂട്ടി ചെയ്യാൻ കഴിയണം. അല്ലാഹുവേ, അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മെമ്പർമാരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ മദീനയെന്ന് പറഞ്ഞാൽ അഷ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ളഅയാ വഹ്ലനാ ഇൻ ളഅയാ വഹ്ലനാ ഇൻ ളഅയാ سيدي خير النبي والصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي. നമ്മളെ മുത്തുനബി തങ്ങൾ മഹ്ശറയിൽ നിന്നും മുത്തുനബി തങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്ന, ഷഫാഅത്ത് ചെയ്യുന്ന നേതാവാണ്. അതുപോലൊരു നേതാവ് നമുക്ക് വേറെയില്ല. ആദം നബി മുതൽ മുത്തുനബി വരെയും, അവസാന കാലഘട്ടം മുതൽ മുത്തുനബി വരെയും ഒരാൾക്കും മുത്തുനബിയല്ലാതെ അല്ലാഹുവിൻ്റെ അടുക്കൽ സുജൂദിലായി കിടന്നുകൊണ്ട് ശുപാർശ ചെയ്ത് നമ്മളെ സ്വർഗീയാനുവാസികളാക്കാൻ മറ്റൊരാൾക്കും കഴിയാത്ത മനോഹരമായ ഭൂമിയിലെ സ്വർഗമായ പരിശുദ്ധ മദീന മുനവ്വറ. ആ മുനവ്വറയിലാണ് മുത്തുനബി തങ്ങളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ധാരാളം സ്വതക്കകൾ ചെയ്യുന്നത്, നന്മകൾ ചെയ്യുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്കതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അഹ്ലുസ്സുഫ എന്ന ഈ കൂട്ടായ്മയിൽ നിന്നും ചിലരെ മാത്രം പരിഗണിച്ചുകൊണ്ട്, പരിഗണന എന്ന് പറഞ്ഞാൽ കഴിയുന്നവർക്കുള്ള അവസരമാണ്. അഹ്ലുസ്സുഫ എന്ന ഒരു മഹത്തായ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അഹ്ലുസ്സുഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബരായ മുത്തുനബി തങ്ങളെ വിട്ടുപിരിയാതെ മുത്തുനബി തങ്ങളോടൊപ്പം എവിടെ വേണമെങ്കിലും പോവാനും, മുത്തുനബി തങ്ങളുടെ അറിവുകൾ നുകരാനും, മുത്തുനബി തങ്ങളെ തിരുസുന്നത്ത് പഠിക്കാനും, അങ്ങനെ മുത്തുനബി തങ്ങളോടൊപ്പം ഇരുന്ന വലിയ വലിയ ആളുകളാണ്. പാവങ്ങളുമുണ്ട്, വലിയ സമ്പന്മാരുമുണ്ട്. അവർ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സമ്പത്തുകൾ സമർപ്പിച്ചുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെലവഴിക്കാൻ അവസരങ്ങൾ കൊടുത്ത ഒരു മഖാമാണ് അഹ്ലുസ്സുഫ. പരിശുദ്ധ റൗള ഷരീഫിൻ്റെ മുൻവശത്തിലാണ് അഹ്ലുസ്സുഫ സ്ഥിതി ചെയ്യുന്നത്. ആ പേര് കൊണ്ടറിയപ്പെടുന്ന അഹ്ലുസ്സുഫയുടെ ഒരു കൂട്ടായ്മയുണ്ട്. എന്തിനു വേണ്ടിയാണ്? എല്ലാ മാസവും പരിശുദ്ധ മദീന മുനവ്വറയിലേക്ക് പാവങ്ങളെയും ഇവിടുത്തെ അഹ്ലുകാരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 50, 60, 70 വർഷങ്ങളായി മദീന വിട്ടുപോകാതെ മദീനയിൽ മരിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് മുത്തുനബി തങ്ങളെ ഹദറത്തിൽ ഇഅ്തികാഫിൽ കഴിയുന്നവരുണ്ട്. അവർക്കൊരു നേരത്തെ അന്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നേരത്തെ സ്വതഖ, അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് അഹ്ലുസ്സുഫ എന്ന കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രൂപ്പല്ല. ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ മാസവും മദീനയിലേക്ക് ഒരു ഹദിയ നൽകാം. ആ ഹദിയ അർഹിക്കുന്നവരിലേക്കാണ് ചെന്നെത്തുക. അസ്സദഖത്തു റദ്ദുൽ ബലാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വതക്ക എവിടെ നൽകിയാലും പ്രതിഫലമാണ്. അത് നാട്ടിൽ നൽകിയാലും പ്രതിഫലമാണ്. പക്ഷേ മദീനയിൽ നൽകുമ്പോൾ 1000 ഇരട്ടി പ്രതിഫലമുണ്ടാകും. എല്ലാ മാസവും, എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും
എല്ലാ മാസത്തിലും ഇങ്ങനെ നമുക്ക് സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. മദീനയിൽ അള്ളാഹു ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നമുക്കൊരു അവസരം നൽകി. ആ അവസരം ഈ വിനീതൻ വേണ്ടതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നു എന്ന് മാത്രം. ഇത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭർത്താവിൻ്റെ ജോലിയിൽ, അവരുടെ യാത്രയിൽ, മക്കളിൽ, നമ്മുടെ ഭവനത്തിൽ ബറക്കത്തുണ്ടാവാൻ സ്വതക്ക ചെയ്യുന്നത് വലിയ ഉപകാരമുള്ള കാര്യമാണ്. അത് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് ചെയ്താലും, നമ്മുടെ പള്ളിയിൽ ചെയ്താലും, നമ്മുടെ ചുറ്റുമുള്ള പാവങ്ങൾക്ക് ചെയ്താലും പ്രതിഫലം തന്നെയാണ്. എന്നാൽ ഒരുപടി മുന്നോട്ട് വെച്ചാൽ അതിനേക്കാളും ഉപരി പ്രതിഫലം വലിയ കൂടിയ സ്ഥലമാണ് പരിശുദ്ധ മക്കയിലും മദീനയിലും. അൽഹംദുലില്ലാഹ്, ഈ വിനീതന് മദീനയിൽ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അങ്ങനൊരു അവസരം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ അംഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിനോട് പറയുക. നിങ്ങളുടെ ഭർത്താക്കന്മാർ അതിന് തൃപ്തരാണെങ്കിൽ നിങ്ങൾ പറയുക. അതിന് വലിയ തുകയൊന്നും വേണ്ട. നിങ്ങളെക്കൊണ്ട് എന്താണ് ഓരോ മാസവും കഴിയുന്നത് അതുമാത്രം ചെയ്താൽ മതി. 50 അത് മതിയാകും, 100 അത് മതിയാകും, 200 അല്ലെങ്കിൽ 500 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം സ്വതക്ക നിങ്ങൾക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന സമാധാനം അത് ചെറുതല്ല. നമ്മുടെ വീടുകളിൽ ഓരോ ദിവസവും രാവും പകലും ഇങ്ങനെ ഓരോരുത്തരും യാചനയ്ക്ക് വരുന്നവരുണ്ടായിരുന്നു. അർഹിക്കുന്നവരൊരു 10 വർഷം മുമ്പ് വരുമായിരുന്നു. ഇപ്പോൾ ആർക്കും വരാൻ കഴിയാത്ത അവസ്ഥ. നിയമപരമായി പല തടസ്സങ്ങളും നാട്ടിലുള്ളതുകൊണ്ട് ഭിക്ഷാടനമൊക്കെ അത് നിരോധിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അർഹിക്കുന്ന, അതും 100% അർഹിക്കുന്ന ഫക്കീറുകൾക്ക്, മിസ്കീനുകൾക്ക്, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരു നേരത്തെ അന്നത്തിന് നമ്മളുടെ ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്നും ഒരു ചെറിയൊരു ഹദിയ അത് മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മദീന നിവാസിയാകണമെന്ന് ആഗ്രഹമുണ്ട്. മദീനയിൽ വസിക്കണം, നമുക്ക് മദീനയിൽ പച്ച കുബ്ബ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, മദീന നിവാസികളെ സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആഗ്രഹം മനസ്സിലാണ്. പക്ഷേ ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഒരുങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അള്ളാഹു ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം ഇഫ്താറിലേക്കും നോമ്പുതുറയിലേക്കും പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ ഇഫ്താറിലേക്കും നമുക്ക് ഹദിയകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും അവസരമുണ്ട്. നമ്മൾ കാരണം ഒരു നേരത്തെ നോമ്പുതുറ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നിഅമത്ത് തന്നെയാണ്. പരിശുദ്ധ റൗള ഷരീഫിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്ന മഹാന്മാർ അവരുടെ നേതൃത്വത്തിലായി പരിശുദ്ധ ഹറമിൽ ഇവിടെ ഇഫ്താർ മീറ്റുകളും ഇഫ്താർ നോമ്പുതുറകളും വലിയ വിപുലമായി നടത്താറുണ്ട്. അതിലൊക്കെ നമുക്ക് ഒരു നേരത്തെ ഹദിയ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടോ അതിലൊരംഗമാകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നിലക്കും ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം ഈ കൂട്ടായ്മയിലൂടെ, അഹ്ലുസ് സുഫയിലൂടെ നിങ്ങൾക്ക് നേടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖത്മുൽ ഖുർആനും ഫാത്തിഹയും യാസീനും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും, ഈ 7 കാര്യങ്ങളും അത് ആരെയും മുഖം നോക്കിയല്ല, അത് മെമ്പർമാർക്കും അഡ്മിന്മാർക്കും ക്യാപ്റ്റന്മാർക്കും ലീഡർമാർക്കും എല്ലാം ബാധകമാണ്. എല്ലാവരും ഇത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പരിഗണിക്കുമ്പോൾ എല്ലാവർക്കും ഇത് ബാധകമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ദിക്ർ, സ്വലാത്ത്, ഖുർആൻ, ഇബാദത്തുമായി കഴിയണം. നമ്മുടെ ശ്രദ്ധകൾ തെറ്റുന്ന രൂപത്തിലുള്ള വഴിതെറ്റിപ്പിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ ചങ്ങലയിട്ട് നമ്മൾ ഇബാദത്തുമായി മുന്നോട്ട് പോകണം. ഒരിക്കലും നമ്മുടെ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടിടാൻ ശ്രമിക്കരുത്. ഒരുപാട് കഴിഞ്ഞ റമദാനുകളെ ഓർത്തു നോക്കുക. ആ റമദാനിൽ നമുക്ക് എത്രമാത്രമാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ പരാജയമാണോ എന്ന് ഓർത്തു നോക്കുക. അല്ലാഹുവേ, നീ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും നൽകി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ അഹ്ലുസ് സുഫയിൽ അണിനിരന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. എല്ലാ ദിവസവും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാം സമർപ്പിക്കാൻ അവിടുത്തെ ഹുജറത്തു ഷരീഫിൽ പോകുമ്പോൾ ആദ്യം പറയുന്നത് അഹ്ലുസ് സുഫയുടെ കാര്യമാണ്. അല്ലാഹുവേ, അഹ്ലുസ് സുഫക്കാർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പാവങ്ങളാണ്, സാധുക്കളാണ്, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണം റഹ്മാനേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വസിദ് വബാരിക് അലൈഹി
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ ഹബീബായ മുത്തുനബി തങ്ങളെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാ ഈ മജ്ലിസ് കേട്ട് റബ്ബേ ഞങ്ങൾ അവർ ജീവിതം മാറ്റി റബ്ബേ അവരുടെ ജീവിതവും അവരുടെ സമയവും ഹബീബായ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ ഓരോ ദിവസവും മുടങ്ങാതെ ഖത്മുൽ ഖുർആനും യാസീനും ഫാത്തിഹയും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും ഓതുന്നവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനാക്കണേ അല്ലാ ധാരാളം ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ ഹോസ്പിറ്റൽ കേസ് നൽകല്ലേ അല്ലാ രോഗങ്ങൾ നൽകല്ലേ അല്ലാ കിടപ്പറ നൽകല്ലേ അല്ലാ പടച്ചവനെ ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി പടച്ചവനെ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ പടച്ചവനെ പരിശുദ്ധ റമളാൻ മാസത്തിൽ അല്ലാഹുവേ സ്വതക്കകൾ നൽകുന്നവർ മദീന നിവാസികൾക്ക് വേണ്ടി സ്വതക്കകൾ നൽകുന്നവർ മദീനയിലേക്ക് ധാരാളം ചിലവഴിക്കുന്നവർ മദീനയിൽ ചിലവഴിച്ചാലുള്ള മഹത്വം മനസ്സിലാക്കി അല്ലാഹുവേ ധാരാളം ഖിദ്മത്ത് ചെയ്യുന്നവർ അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഖുർആൻ വഖഫ് ചെയ്യുന്നവർ അതിന് പുറമേയും ഖുർആൻ വഖഫ് ചെയ്തവർ കഴിഞ്ഞ റമളാൻ 1 മുതൽ ഇന്നലെ വരെയും ഖുർആൻ വഖഫ് ചെയ്തവർ ഇനി ഖുർആൻ വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ് ഓരോരുത്തരും ഖുർആൻ വഖഫ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് അല്ലാഹുവേ രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി മുറാദുകൾ ഹാസുലാകാൻ വേണ്ടി മക്കളുടെ കാര്യത്തിന് വേണ്ടി മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ അല്ലാഹുവേ എല്ലാ മുറാദുകളും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണം റഹ്മാൻ ഹബീബായ മുത്തുനബി തങ്ങളെ പൊരുത്തം നീ നൽകണേ അല്ലാ കാവൽ നീ നൽകണേ അല്ലാ പടച്ചവനെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങളും എല്ലാം നീ മാറ്റിക്കൊടുക്കണം റഹ്മാൻ വീടില്ലാത്ത വീട് നൽകണേ അല്ലാ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാ വീടിൻ്റെ പണികൾ പൂർത്തിയാവാൻ തൗഫീഖ് നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ റബ്ബേ കല്യാണപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ തുണകൾ നൽകണേ അല്ലാ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞവരുടെ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ സ്വാലിഹായ കൺകുളിർമയുള്ള സന്താനങ്ങൾ നൽകി ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ പടച്ചവനെ കല്യാണം അടുത്തിരിക്കുന്നവർ ഖൈറായ രൂപത്തിൽ കല്യാണങ്ങളൊക്കെ നടക്കാനുള്ള വഴികളെല്ലാം നീ തുറന്നു നൽകണേ അല്ലാ മുത്തുനബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ ബിഹഖ് നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ വവഫിഖ്നാ فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين